ഇതേപോലെ ബുഷിയായിട്ട് നിൽക്കുന്ന അഗ്ലോണിമ നിങ്ങൾക്കും വേണോ? പല വെറൈറ്റീസ് ഓഫ് അഗ്ലോണിമയാണ് എനിക്കുള്ളത്. വെറും 3 മാസം കൊണ്ടാണ് ഇത്രയും വെറൈറ്റീസ് ഓഫ് അഗ്ലോണിമ എനിക്കും കിട്ടിയത്. കണ്ടില്ലേ എന്ത് സൂപ്പറായിട്ടാണ് അഗ്ലോണിമൻസ് നിൽക്കുന്നത് കാണാൻ. എന്ത് ഭംഗിയാണ് ഇതിൻ്റെ കളേഴ്സൊക്കെ കാണാൻ വേണ്ടി. ഇതേപോലെ നിങ്ങൾക്കും ഇതേപോലെ ഭംഗിയായിട്ടുള്ള അഗ്ലോണിമാസ് ഉണ്ടാക്കാം. ഞാൻ ചെയ്യുന്ന പോട്ടിംഗ് മിക്സ് നിങ്ങളും യൂസ് ചെയ്താൽ മതി. ഇതേപോലെ ഭംഗിയായിട്ടുള്ള അഗ്ലോണിമാസ് നിങ്ങൾക്കും സ്വന്തമാക്കാം. എന്ത് ബുഷിയായിട്ടാണ് എൻ്റെ അഗ്ലോണിമ കിളിച്ചേക്കുന്നത്. കണ്ടില്ലേ എന്ത് ഭംഗിയാണ്. ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് അഗ്ലോണിമ എനിക്കുണ്ട്. ഈ അഗ്ലോണിമ 3 മാസം കൊണ്ടാണ് ഞാൻ വളർത്തിയത്. ഒരുപാട് ബേബി പ്ലാന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വളർത്തുന്ന രീതികൾ ഞാൻ പറഞ്ഞു തരാം. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണണം. എല്ലാവർക്കും ഇഷ്ടമാണ് അഗ്ലോണിമ വളർത്താൻ. എന്ത് ഭംഗിയുള്ള ലീവ്സാണ് ഇതിനുള്ളത്. പല പല വെറൈറ്റീസ് ഓഫ് അഗ്ലോണിമയുണ്ട്. ഇത് ഇൻഡോറുമായിട്ട് ഔട്ട്ഡോറുമായിട്ടൊക്കെ വളർത്താം. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീണാസ് വേൾഡിലെ ഈ വീഡിയോസ് എല്ലാവരും കാണണം. ഒരുപാട് ലാഗടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൺലൈറ്റാണ്. ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് ആവശ്യമേ ഇല്ല. ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ഇതിന് ആവശ്യം. നമ്മളതുകൊണ്ട് ഇത് ഷെയ്ഡുള്ള ഭാഗത്ത് മാത്രമേ ഇത് വെക്കാറുള്ളൂ. കാരണം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ലീവ്സിൻ്റെ ഭംഗിയെല്ലാം മാറും. ഈ അഗ്ലോണിമ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീവ്സിൻ്റെ ഭംഗിയാണ് നമ്മൾ ആകർഷിക്കുന്നത്. ഓക്കെ, രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാട്ടറിങ് ആണ്. ഇതേപോലെ തളിച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ. ഇലകളിൽ മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. ഇതിലൊരുപാട് ബേബി പ്ലാന്റ്സ് കണ്ടോ. ഒരു 3 ബേബി പ്ലാന്റ്സ് എങ്കിലും വന്നിട്ടുണ്ട്. 3 മാസം കൊണ്ടാണ് ഇത്രയും ബേബി പ്ലാന്റ്സ് വന്നത്. അപ്പോൾ ഞാൻ ഇതിനെ കൊടുക്കുന്ന പോട്ടി മിക്സ് ആണ് ഇനി പരിചയപ്പെടുത്തുന്നത്. ഞാൻ കൊടുക്കുന്ന പോട്ടി മിക്സ് തന്നെ നിങ്ങളും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒരുപാട് ബേബി പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടും. നല്ല ലൂസായിട്ടുള്ള മണ്ണെടുത്തിട്ടുണ്ട്. പിന്നെ ചാണകപ്പൊടി ഒരു 2 എടുത്തിട്ട് എല്ലുപൊടി എപ്പോഴും 1:2:1. ചാണകപ്പൊടി ഇച്ചിരി ഏറെയും എല്ലുപൊടി കുറച്ചും എടുക്കാവുള്ളൂ. പിന്നെ നമ്മൾ ഈ മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കുറേ കരിയില എടുത്തിട്ട് ചട്ടിയിൽ ഹോളിട്ടിട്ടാണ് കരിയില ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തത് ഇട്ടിട്ട് പിന്നെ വേണ്ടേ ഞാൻ ഈ ഒരു അഗ്ലോണിമയാണ് എടുത്തേക്കുന്നത്. ഇതിൽ കുറേ ബേബി പ്ലാന്റ്സ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ കത്രിക എടുത്ത് വേണ്ടേ കണ്ട. ഇനി ഞാനിങ്ങനെ നടുകയാണ് ചെയ്യുന്നത്. മണ്ണ് ഇട്ടിട്ട് നല്ല രീതിയിൽ നടുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. സെറ്റായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ രീതിയിലാണ് ഞാനിതെല്ലാം നട്ട് വളർത്തിയേക്കുന്നത്. ഈ ഒരു പോട്ടി മിക്സും ഞാൻ വീഡിയോയിൽ പറഞ്ഞ ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഭംഗിയായിട്ട് നിങ്ങൾക്കും അഗ്ലോണിമ സ്വന്തമാക്കാം. പല വെറൈറ്റീസ് ഓഫ് അഗ്ലോണിമയുണ്ട്. ഇത്രയും ബ്രൈറ്റായിട്ട് ഇലകളിൽ നല്ല ബ്രൈറ്റ്നെസ് തോന്നിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഷെയ്ഡിൽ തന്നെ വളർത്താൻ ശ്രദ്ധിക്കുക. ഇതേപോലെ പുതിയ വീഡിയോസുമായിട്ട് വീണാസ് ഇനിയും വരും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.